ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാർ കൃത്യത പറയുന്നില്ല. ചില 250 ദിവസം തരുന്നുണ്ട്. അതാണ് ഇപ്പോൾ സാധാരണ നടപ്പ്. 250 ദിവസം 9 മാസവും ഏതാനും ദിവസവും നോക്കിയിട്ടാണ് മെൻസസ് നിന്ന് വെച്ചിട്ട് ഡോക്ടർമാർ കണക്കൂട്ടുക. ഇത്ര വരെ കണക്കും. അത് വിട്ടുപോയി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടായിട്ട് ദിവസം നമ്മൾ പറഞ്ഞിടത്ത കണക്കാ. ഒരു പെണ്ണിനും ഗർഭമുണ്ടായത് ഇത്രാം തീയതിയാണ് എന്ന് ഒരു ഡോക്ടറെ പരിശോധനയിൽ ഉറപ്പ് പറയാൻ കഴിയില്ല. ഒരു ഡോക്ടറും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പെണ്ണിനോട് ചോദിക്കും എന്താ മെൻസസ് നിന്നത്, മെൻസസ് നിന്ന് ചോദിച്ചിട്ട് ആ ദിവസം കണക്കൂട്ടുക. അതിൻ്റെ മുമ്പോ പിമ്പോ ഏതാനും ദിവസം അപ്പുറം കൂട്ടിയിട്ട് ഒരു ദിവസം പറയും. എന്നിട്ട് ഇത്രാം തീയതി കൂടുതൽ പ്രസവിക്കുന്ന 250 ദിവസം എന്നുള്ളത് കണക്കൂട്ടി പറയും. 300 ദിവസം എന്ന് പറഞ്ഞവരുണ്ട്, 330 ദിവസം കിടക്കുമെന്ന് പറയുന്നവരുണ്ട്. അധികപക്ഷവും 280 ദിവസമാണ് കിടക്കാറുള്ളത്. 300-ഉം 330 കിടക്കാറുള്ളത് ഇന്നത്തെ നിലവാരമാണ്. കുറേ ദിവസം ഓപ്പറേഷൻ ചെയ്യാതെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ 300 ദിവസം കിടക്കുന്നവരുണ്ടാകും, 330 ദിവസം കിടക്കുന്നു. 330 ഒരു കൊല്ലമായല്ലോ. ഒരു 30 കൂടിയാൽ മതിയല്ലോ. ഒരു 360 കൊല്ലമായില്ലേ. അപ്പോൾ 330 ദിവസമൊക്കെ കിടന്നാലും 360 ദിവസം കിടക്കുന്നതായ ഒരു കൊല്ലം കിടന്നു. സാധാരണ നമ്മുടെ വെപ്പ് 10 മാസം എന്നാണ്. അതനുസരിച്ചാണ് പ്രസവിക്കാറുള്ളത്. ആ സാധാരണയിൽ മാത്രം ഉറപ്പിക്കാൻ വയ്യ 4 കൊല്ലം വരെ ഒരു ഗർഭം ഉദരത്തിൽ കിടക്കാം എന്ന നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമികളുടെ വിധിയെഴുത്തും മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫിഖ്ഹുമാണ് ഞാൻ സംസാരിച്ചത്. അത് ഖുർആനെതിരല്ല. കാരണം ഖുർആൻ ഗർഭത്തിൻ്റെ കാലം എത്രയാണ് എന്ന് തീർത്തു പറഞ്ഞിട്ടില്ല. ഗർഭവും കുട്ടി മുലകുടി മാറ്റുന്നതും കൂടി 30 മാസമാണ് സാധാരണ ശരാശരി എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഖുർആൻ്റെ തന്നെ 2 കൊല്ലമാണ് ഫിസാൽ എന്നുള്ള വാക്യം എടുത്താൽ അത് സാധാരണമാണ് ഈ പറഞ്ഞത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഖുർആനെതിരാണ് എന്ന് ഇതിനെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല.